ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോയിന്റ് ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ സ്വർണ്ണമാലയൊക്കെ അണിഞ്ഞ് വളരെയധികം സുന്ദരിയായിട്ട് നിൽക്കുകയാണല്ലേ. എന്നാൽ ഒരുപാട് സ്വർണ്ണമാല ആയതിന്റെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന വർഷയുടെ അടുത്തേക്ക് അടുത്തൊരു മാലയുമായിട്ട് വരികയാണ് മഹിമ. ഈ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, ഇനി എനിക്ക് മാലയൊന്നും വേണ്ട, ഇത് എന്തോരം മാല ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം ഞങ്ങൾ നിനക്ക് വേണ്ടി തരാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണ്, നിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ല, അതേ രീതിയിലായിരുന്നില്ല കല്യാണം നടത്തിയത് എന്നൊക്കെ മഹിമ പറയുന്ന സമയത്ത് മതി മതി, ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ എന്താ ചെയ്യണം, ഞാനിപ്പോൾ ഈ മാല ഇട്ടാൽ പോരെ, ഞാൻ ഈ മാല ഇട്ടോളാം, അമ്മ പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ വേഗം തന്നെ മഹിമയുടെ കയ്യിൽ നിന്ന് മാല മേടിച്ച് കഴുത്തിലിതാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നത്. മീര വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ സാരിയൊക്കെ കൊടുത്തത് നല്ല ഭംഗിയുണ്ട് ശ്രുതി, ഒരു കല്യാണ വേഷം നിൽക്കുന്ന പോലെ ഉണ്ട്, ബാക്കിയുള്ള ആഭരണങ്ങളോടൊക്കെ എടുത്തിട്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം അതിനൊന്നും എനിക്കൊരു മൂടില്ല മീര, നീ ആദ്യം അയാൾ വരുമോ എന്നൊന്ന് ഉറപ്പിക്കുക, എനിക്ക് ആകെ ടെൻഷനിലാവുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. മീര പറയുന്നുണ്ട് അയാൾ വരും ശ്രുതി, പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, അവിടെ വർഷ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്, സ്വർണ്ണാഭരണങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് അവള്, ശരിക്കും ഒരു ട്രഡീഷണൽ ലുക്കിലാണ് അവൾ നിൽക്കുന്നത്. നിന്റെ അമ്മായിയമ്മയാണെങ്കിൽ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളായിട്ട് ഇപ്പൊ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നോക്കി നിൽപ്പുണ്ട് എന്നൊക്കെ മീര പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയപ്പോൾ തന്നെ അമ്മായിയമ്മയുടെ മുഖത്തുണ്ടായ ഭാവം ഞാൻ കണ്ടതാണ്, ഇനിയിപ്പോൾ അച്ഛനും കൂടെ വരില്ല എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം, അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് എങ്ങനെയാലും കൊളാക്കണം, നീ അതും ദാമു വരുമോന്നൊന്ന് ഉറപ്പിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ വേഗം തന്നെ മീര ദാമുവിനെ വിളിക്കുന്നുണ്ട്. ദാമുവിനെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ദാമു മേഡം പറഞ്ഞോളൂ എന്ന് പറയുകയും മീര ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ, ചടങ്ങ് തുടങ്ങാറായി, നിങ്ങൾ വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാൻ, ഇതെന്താ ഇത്ര ലേറ്റ് ആവുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കും മാഡം, കാരണം സച്ചി ഏത് ബ്രാൻഡാണ് കഴിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാ ബ്രാൻഡും ഞാൻ മേടിച്ച് വണ്ടിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അവന് ഇഷ്ടമുള്ളത് അവൻ്റെ അടുത്ത് കഴിച്ചോട്ടെ, അവന് ഞാൻ നല്ല രീതിയിൽ തന്നെ പൂസാക്കി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കയ്യിലേക്ക് വെച്ച് തരാമെന്നൊക്കെ ദാമു പറയുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് മീര കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്തതിന് ശേഷം ദാമു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മീര ശ്രുതിയോടായിട്ട് പറയുന്ന സമയത്ത് അയാളുടെ എത്രയും വേഗം വൈകിട്ട് ചടങ്ങൊന്ന് അലങ്കോലമാക്കി തരാൻ പറ എന്നൊക്കെ മീരയോടായിട്ട് ശ്രുതി പറയാട്ടോ. കാരണം ശ്രുതി അത്രയേറെ ടെൻഷനിലാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി രേവതിയാകട്ടെ, സച്ചി ഒരു അക്ഷരം പോലും മിണ്ടാതെ മൗനവ്രതത്തിലാണല്ലോ. ആ ഒരു സമയത്താണ് സച്ചിയുടെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വന്ന് സച്ചിനോട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല, എല്ലാ ആക്ഷനിലൂടെ കാണുമ്പോഴത്തേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചി ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയൻ ഇന്ന് മിണ്ടാവ്രതത്തിലാണ്. ഈ ഒരു ചടങ്ങ് നന്നായിട്ട് നടക്കണമെങ്കിൽ സച്ചിയൻ ഒരു ദിവസത്തേക്ക് ആരോടും മിണ്ടില്ല എന്നൊരു നൊയമ്പ് നട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതായിരുന്നു, ഞാൻ കരുതി ഇവർ എന്ത് പറ്റിയെന്ന്. എന്തായാലും ശരി സച്ചി ഞാൻ പോവാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനോട് യാത്രയും പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അയാൾ പോയിട്ട് തൊട്ട് പിറകെ സച്ചി രേവതിയായിട്ട് പറയുന്നത്, എൻ്റെ രേവതി ഇത്രയും നേരം മിണ്ടാതിട്ട് എനിക്ക് ആകെ ശ്വാസം മുട്ടുക, ഒരു കാർ സ്റ്റാർട്ടാക്കാതെ എത്ര നേരം ഇടാൻ പറ്റും രേവതി, എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്നൊക്കെയാണ് സച്ചി രേവതിയോടായിട്ട് പറയുന്ന സമയത്ത് രേവതി പറയുന്നത്, നിങ്ങൾ വാ തുറന്ന പ്രശ്നമാണ്, നിങ്ങൾ അധികം മിണ്ടാതിരിക്കുന്നത് നല്ലത്, പിന്നെ ആ കാർ അവിടെ തന്നെയാണ്, നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ആക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മഹിമ മാലയുമായിട്ട് വരുന്നത്. മഹിമ പൂമാലയും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്ന കാഴ്ച നമ്മുടെ സച്ചി രേവതിയും കാണുന്നുണ്ട് കേട്ടോ. പൂമാലയല്ല, തുളസിമാലയാണ്. തൊട്ട് പിന്നാലെ തന്നെയാണ് ചന്ദ്രയും ഭാമയും കൂടി വരുന്നത്. അപ്പൊ ഭാമ ചോദിക്കണ്ടല്ലേ ചന്ദ്ര, ഈ ഒരു പൂമാല അതിന്റെ ആവശ്യമുണ്ടോ, വർഷയുടെ അമ്മ മിക്കവാറും എന്തെങ്കിലും ഒരു പൂമാല മേടിച്ചിട്ടുണ്ടോ, പിന്നെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതത്ര ശരിയാവോ, എന്തെങ്കിലും ചടങ്ങിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഭാമ ചോദിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, ഞാൻ കൊണ്ടുപോയേണ്ട പൂമാലയാണ് വർഷയിട്ടുണ്ട്, വർഷം നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, നമ്മുടെ വീട്ടിലെ എല്ലാ ആചാരങ്ങളും ചടങ്ങുകളും വെച്ച് നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രി ആ പൂമാല കൊണ്ട് പോവാൻ കേട്ടോ. തൊട്ട് പിന്നാലെ എൻ്റെ ഭാമയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി രേവതിനോടായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കണ്ടോ ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പ്രശ്നം, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന് രേവതി ഭയങ്കര പേടിയോട് കൂടി തന്നെ ചോദിക്കുക കേട്ടോ. ഞാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണം, എൻ്റെ അമ്മയും ആ പെണ്ണിൻ്റെ അമ്മയും നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തേ പറഞ്ഞു വരുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നീ കണ്ടില്ലേ എൻ്റെ അമ്മയും ഒരു പൂമാലയായിട്ട് പോയിട്ടുണ്ട്, അവളുടെ അമ്മയും ഒരു പൂമാലയായിട്ട് പോയിട്ടുണ്ട്, മിക്കവാറും ഈ ഒരു പൂമാലയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകും, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് സച്ചി പറയുന്ന സമയത്ത് ഭൂകമ്പം എന്ന് മാത്രമാണ് മുന്നിലുള്ളവർ കേൾക്കുന്നത് കേട്ടോ. അവർ ഒരു ചാടി എഴുന്നേൽക്കണം. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നത്, അയ്യോ ആരും പേടിക്കണ്ട, ഞങ്ങൾ പറഞ്ഞത് ഇവിടെ മുഴുക്ക പൂവാണല്ലോ, പൂ കൊണ്ടുള്ള കമ്പമാണല്ലോ എന്നാണ് സച്ചേനെ ഉദ്ദേശിച്ചത്, നല്ല ഭംഗിയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഭൂകമ്പമൊന്നും ഇല്ലാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്തുകയാണ് രേവതി. എന്നിട്ട് സച്ചേനായിട്ട് പറയുന്നത്, നിങ്ങൾ വാ തുറക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വായ എവിടെ തുറന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സച്ചിയാണെങ്കിലോ എന്നെക്കൊണ്ട് പറ്റില്ല രേവതി മിണ്ടായിരിക്കാനായിട്ട്, എന്തായാലും ഇപ്പം നീ കണ്ടോട്ട് അവിടെ അകത്ത് നല്ല പ്രശ്നമായിരിക്കും നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്.
ഇതേ സമയം തന്നെ വർഷയും കൂട്ടിട്ട് സെൽഫി എടുത്തോണ്ടിരിക്കും. ആ സമയത്താണ് മഹിമ അങ്ങോട്ട് തുളസിമാലയായിട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇത് കഴുത്തിലിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രയുടെ കയ്യിലാണെങ്കിൽ പൂമാലയാണ്. രണ്ടുപേരും കാണുന്ന സമയത്ത് വളരെയധികം അതിശയത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ് വർഷ. ഈ ഒരു സമയത്ത് പക്ഷേ നീ പൂമാല ഇടുന്ന ചന്ദ്ര പറയുന്ന സമയത്ത്, അല്ല ചന്ദ്രേ, ഈ മാലയല്ല, ഞാൻ കൊണ്ടുവന്ന മാലയാണ് എൻ്റെ മോൾ ഇടേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും, ഇത് മാലയല്ലേ, ഇത് നിറച്ച് ഇലയല്ലേ എന്ന് നമ്മുടെ ചന്ദ്ര കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും മഹിമ പറയുന്നുണ്ട്, ഇത് ഇലയൊന്നുമില്ല, തുളസിമാലയാണ്. ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് ആദ്യം ഇടേണ്ട തുളസിമാലയാണ്. തുളസിമാല ഇട്ട് വേണം ഈ ഒരു ചടങ്ങിന് വരാനായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ചടങ്ങനുസരിച്ച് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് പൂമാലയാണ് ഇടേണ്ടത് മോളെ. പക്ഷേ നീ ഇടേണ്ടത് ഈ മാലയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പൂമാല വർഷയുടെ നേരെ നീട്ടുകയുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പുറത്ത് നമ്മുടെ സച്ചിയാണ് വളരെയധികം ആകാംക്ഷയോടെ തന്നെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ട് രേവതിനെ തോണ്ടുകയാണ്. രേവതി ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പറ്റി സച്ചിയേട്ടാന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല രേവതി, അകത്തേക്ക് പൂമാലയും തുളസിമാലയും പോയിട്ടുണ്ട്, അവിടെ നല്ല പ്രശ്നമായിരിക്കും നടക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, നീ ആരും പോയി നോക്കിയിട്ട് വാ, എന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എന്തായെന്ന് അറിയാം, അതല്ല അല്ലെങ്കിൽ വേണ്ട ഞാനും കൂടെ വരാം, എന്തായി അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് അറിയാനായിട്ട് എനിക്കാണിങ്ങനെ ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു പൂമാലയുടെ പേരിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. വർഷയുടെ അമ്മ കൊണ്ടുവന്ന മാലയൊക്കെ ചിലപ്പോൾ ഇടാൻ പോകുന്നതെന്ന് രേവതി മറുപടി പറയുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭൂകമ്പം ഉണ്ടാവും. നിനക്കറിയാൻ പാടില്ല രേവതി, എൻ്റെ അമ്മയെ, അമ്മ തീർച്ചയായിട്ടും ആ ഒരു മാല അവളെ കൊണ്ട് ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുണിഷ്ടം അവിടെ ഒപ്പിച്ചിരിക്കും. അമ്മ എന്ത് കാര്യം ചിന്തിച്ചാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് വഴിക്ക് വേണമെങ്കിലും പോകും എന്നൊക്കെയാണ് സച്ചി പറയുന്നുണ്ട്. ആ ഒരു സമയം നമ്മുടെ സച്ചി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അകത്ത് നല്ല വഴക്ക് നടക്കാറുണ്ട്. മഹിമ പറയുന്നുണ്ട്, ആരുടെ പൂമാല ഇടണമെന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ വർഷയുള്ളത്. അവസാനം മഹിമ പറയുന്നുണ്ട്, ചന്ദ്ര ഇതിപ്പോൾ ഞങ്ങളുടെ മോളുടെ ചടങ്ങല്ല, അപ്പം ഞങ്ങളുടെ രീതിക്കല്ല നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതെങ്ങനെ ശരിയാകും മഹിമേ, ഇത് എൻ്റെ മോൻ്റെ ഭാര്യയല്ല, അപ്പം അത് ഞങ്ങളുടെ രീതിക്കല്ല നടത്തേണ്ടത്, അപ്പം ഈ ഒരു പൂമാലല്ല അവൾ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം മഹിമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചടങ്ങുകൾ നടത്താറുണ്ട്, ബാക്കി 2 മരുമകളുണ്ടല്ലോ, പക്ഷേ എനിക്ക് ആകെ ഈ ഒരു മോളുള്ളൂ, അതുകൊണ്ട് എൻ്റെ രീതിക്ക് വേണം ഈ ഒരു ചടങ്ങ് നടത്താനെന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും, പറ്റില്ല മഹിമ, എന്തായാലും ഞാൻ കൊണ്ടുവന്ന പൂമാല തന്നെ ഇട്ട് തന്നെ വർഷയ്ക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ, നിങ്ങളുടെ മോളേക്കാൾ ഉപരി ഇവൾ എൻ്റെ മരുമകളാണ്, ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഇവളെ നോക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു പൂമാലയാണ് അവളിടേണ്ടതെന്ന് ചന്ദ്രയും മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മഹിമ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ നടത്തുന്ന ചടങ്ങല്ല, അപ്പം ഞങ്ങളുടേതായ ആചാരത്തിൽ നടത്തിക്കോട്ടെ ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും, ഓഹോ അതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞത്, അതെന്തായാലും നടക്കില്ല മഹിമേ, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ചടങ്ങായിട്ട് നടത്തിയേ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ വർഷയുടെ കൂട്ടുകാർ പരസ്പരം പറയുന്നുണ്ട്, ഇതെന്തിന് രണ്ടുപേരും അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ പിന്നെ എന്തിനാ രണ്ടുപേരും ഈ പൂമാലയുടെ പേരിൽ വഴക്കുണ്ടാക്കുന്ന, ചടങ്ങുകൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രണ്ടുപേരെ വാശിയടി, രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് മറ്റൊരു സുഹൃത്ത് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരെ വഴക്ക് കൈവിട്ട് പോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, രണ്ടുപേരും നിർത്താൻ മുന്നേ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടില്ലേ, ഇനി ഞാൻ പറയും നിങ്ങൾ കേൾക്കും, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാൻ മതിയോന്ന് വർഷ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിമയും ചന്ദ്രയും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, ഇപ്പം ഈ ഒരു പൂമാലയുടെ പേരിലല്ലേ പ്രശ്നം, അമ്മ കൊണ്ടുവന്ന മാല ഇങ്ങോട്ട് തായെന്നും പറഞ്ഞുകൊണ്ട് വർഷ മഹിമയുടെ കയ്യിൽ നിന്ന് പൂമാല മേടിച്ച് കഴുത്തിലിടുക. ഈ ഒരു സമയത്ത് മഹിമ ചന്ദ്രയൊന്ന് കളിയാക്കുന്ന രീതിയിൽ നോക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ വല്ലാതാവോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു മാലയൊക്കെ മര്യാദയ്ക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷം വർഷ വീണ്ടും ചന്ദ്രയുടെ ആയിട്ട് ആൻറ്റി കൊണ്ടുവന്ന മാലയും കൂടി ഇങ്ങോട്ട് തരാൻ പറയുകയാണ്. വർഷയ്ക്കായിട്ട് പൂമാല കൊടുക്കുന്ന നേരത്ത് നമ്മുടെ മഹിമയെ കളിയാക്കുന്ന രീതിക്ക് ചന്ദ്രൻ എന്നൊരു നോട്ടവും നോക്കുന്നുണ്ട് കേട്ടോ. വർഷ 2 പൂമാലയും കഴുത്തിലിട്ടതിന് ശേഷം പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങിന് 2 പൂമാല ഇടാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, മാല കൊണ്ടും ആഭരണങ്ങളും കൊണ്ട് അമ്മ എന്നെ ആകെ പൊതിഞ്ഞു മൂടിയിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ ഒരു പൂമാലയും, ഇനിയിപ്പോൾ ചടങ്ങിൻ്റെ പേരിൽ വേറെ ഒന്നും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത് കേട്ടോ എന്നിങ്ങനെ വർഷ തമാശയ്ക്ക് പറയുന്നുണ്ട്. അതുമാത്രമല്ല വർഷ പറയുന്നത്, രണ്ടുപേരും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെ ജോളിയായിട്ട് തന്നെ വേണം ഒരു ചടങ്ങ് കൂടാൻ എന്നൊക്കെ വർഷ പറയുന്ന സമയത്ത് ചന്ദ്ര മഹിമയോട് പറയുന്നുണ്ട്, മഹിമയെ എൻ്റെ മരുമകൾ കണ്ടില്ലേ, നല്ല ബുദ്ധിമതിയാണ്, വളരെ നല്ല രീതിയിൽ തന്നെ അവൾ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇവളെ എൻ്റെ അല്ലേ മകളെന്ന് മഹിമ മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ പുറത്ത് നിൽക്കുന്ന സച്ചി രേവതിയായിട്ട് പറയുന്നുണ്ട്, രേവതി ഇപ്പം തന്നെ ഭൂകമ്പം ഉണ്ടാവും, അവളിപ്പം തന്നെ പുറത്ത് വരും, നീ നോക്കി നിന്നോ, ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ സച്ചിയായിട്ട് നിങ്ങളൊന്ന് വായടയ്ക്ക്, നിങ്ങൾ വാ തുറന്നാലാണ് പ്രശ്നം ഉണ്ടാകും, നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല, എൻ്റെ ഭഗവാൻ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി വേഗം അച്ഛ എന്ന് വിളിക്കുകയാണ്. രവി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇങ്ങ് വന്നേ എന്ന് പറയുന്നുണ്ട്. രവി അശോകനെയും കൂട്ടിക്കൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തെ അച്ഛ ഇപ്പം കണ്ടോ, പൂമാലയുടെ പേരിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്, ഇപ്പം തന്നെ ശ്രീകാന്തിന്റെ ഭാര്യ വരും, അവളെ തന്നെ അച്ഛൻ നോക്കി നിന്നോളാൻ പറയുകയാണ്. ഈ ഒരു സമയത്ത് വർഷം വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് എല്ലാവരും കൂടി ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുക. ആദ്യം വരുന്നത് ചന്ദ്രയുടെ മുഖഭാവം കാണുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ ഇപ്പം തന്നെ അടുത്ത ആളും വരും, ഈ ഒരു ചടങ്ങ് അലങ്കോലമാവുമെന്നൊക്കെ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ വർഷയും കൂട്ടിക്കൊണ്ട് മഹിമ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ആകാംക്ഷയോടുകൂടി വർഷയെ നോക്കാട്ടെ. ഈ ഒരു സമയത്ത് വർഷ 2 പൂമാലയൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആകെ നാണം കെട്ടു പോവുകയാണ്. രേവതി ആണെങ്കിൽ സച്ചിനെ നോക്കി ഒരു കളിയാക്കി ചിരിയിരിക്കുന്നുണ്ട്. താൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ചമ്മൽ ആകെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.